بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അംബിയ 50 മുതൽ 53 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വഹാദാ ദിക്റും മുബാറക്. വഹാദാ എല്ലാ അക്ഷരങ്ങളും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, നേർപ്പിച്ച് പറയാം. അതാണ് തർക്കീഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹാദ വഹാദ എന്ന് പറയരുത്. വഹാദ ദിക്റും മുബാറക്. ഈ പദങ്ങളിൽ റാ വന്നിട്ടുണ്ട്. തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ റായിനെ ഉച്ചരിക്കുക. ദിക്റുൻ റുൻ മുബാറകുൻ എന്നിങ്ങനെ റായിനെ നല്ലപോലെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ദിക് എന്ന് പറയുമ്പോൾ കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ദിക് ദിക്ക് ദിക്ക് എന്ന ശബ്ദത്തെ ചലിപ്പിക്കരുത്. ദിക്റുൻ എന്ന് പറയരുത്. ദിക് റൂം. റായിൻ്റെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ദിക്റും മുബാറക്. മുബാറകുൻ അൻസൽനാ. മുബാറകുൻ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി വെളിവാക്കണം. ശേഷം ഹംസയാണ് വന്നത് എന്നതുകൊണ്ട് മണിക്കാതെ വെളിവാക്കി തൻവീനിനെ ഉച്ചരിക്കുക. മുബാറകുൻ അൻസൽനാഹു. സാക്കിനത്തായ നൂനും ശേഷം സായുമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. അൻസൽനാ അഫഅൻതും. ഇതിലും സാക്കിനത്തായ നൂനിന് ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. അൻതും. നേരത്തെ അൻസൽന പറഞ്ഞു, അൻതും എന്നിങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫഅൻതും ലഹു. സാക്കിനത്തായ മീമും ശേഷം ലാമും ഇൽഹാർ ഷഫവി മണിക്കാതെ സാക്കിനത്തായ മീമിനെ വെളിവാക്കി ഉച്ചരിക്കുക. ഫഅൻതും ലഹു മുൻകിറൂൻ. മുൻകിറൂൻ. അവിടെയും സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. വലഖദ്. ഈ പദത്തിൽ ഖാഫിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. വലഖദ് ആതൈനാ ഇബ്രാഹീം. ആതൈനാ ആതൈനാ എന്നതിലെ ആ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഇബ്രാഹിം സാക്കിനത്തായ ബാ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. റായിനെയും അതിൻ്റെ ദീർഘക്ഷരമായ അലിഫിനെയും തടിപ്പിച്ച് തഫ്ഖീമോടെ ഉച്ചരിക്കുക. ഇബ്രാഹീമ റുഷ്ദഹു. ഇബ്രാഹീമ റുഷ്ദ. റായിന് വീണ്ടും തഫ്ഖീം ചെയ്യേണ്ട റാ ആണ്. ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബൽ. ഇവിടെ സാക്കിനത്തായ നൂനും ശേഷം ഖാഫുമാണ് വന്നത്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം നൂനിനെ. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാൻ്റെ ഹർഫാണ് എന്നതുകൊണ്ട് മിൻ എന്നിങ്ങനെ മണിച്ചുകൊണ്ട് തഫ്ഖീമോടെ മണിച്ചുകൊണ്ട് മിൻ ഖബലു. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. മിൻ ഖബലു വകുന്ന. കുന്ന എന്നതിൽ നൂൻ മുഷദ്ദദയെ മണിക്കണം, ശദ്ദുള്ള നൂനിനെ. വകുന്ന ബിഹി ആലിമീൻ. ഇദ് ഖാല ലിഅബീഹി. ഇദ് ഖാല. ദാലിനെ സൂക്ഷിക്കുക. ഇസ് എന്ന് സായായി പോരുത്. ഇദ്. ദാല് വ്യക്തമായി നാവിൻ്റെ
അറ്റത്തിൻ്റെ മുകൾ ഭാഗം, അതാണ് വഹ്റു ത്വറഫിൽ ലിസാൻ മഅ അത്റാഫി സനായൽ ഉലിയ. ഇതാണ് ദാലിൻ്റെ മഖ്റജ്. ഇദ് റഖാവയോടുകൂടി ലൂസാക്കി ഉച്ചരിക്കുക. ഇദ് ഖാല, ഖാല ഖാഫും അലിഫും തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. ലി അബീഹി വ ഖൗമിഹി, ലി അബീഹി വ ഖൗമിഹി, ഖാഫിനെ തടിപ്പിച്ച് ഉച്ചരിക്കുക, തഫ്ഖീം ചെയ്യണം. വ ഖൗമിഹി മാ ഹാദിഹി തമാസീൽ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ലി അബീഹി എന്നതിലെ ഹ ദമീറിന് ദീർഘം വരുന്നില്ല. കാരണം അബീഹി എന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഹായിന് മുമ്പിൽ വന്ന ദീർഘാക്ഷരമായ സാക്കിനത്താണ്. അതാണ് കാരണം. വഖൗമിഹി എന്നതിലാകട്ടെ ഹ ദമീറിന് മുമ്പിൽ ഹറക്കത്തുണ്ട്, ശേഷവും ഹറക്കത്താണ്. അവിടെ ദീർഘം വരുന്നുമുണ്ട്. ഹായിനെ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള തബീഇയായ ദീർഘത്തിന് തുല്യമായ മദ്ദുസ്സിലത്തി സുഗ്റ നൽകി ദീർഘിപ്പിക്കുക. വഖൗമിഹി, വഖഫ് ചെയ്യുമ്പോൾ ഖൗമിഹ് എന്ന് സുക്കൂനാണ് വരിക. മാ ഹാദിഹി തമാസീൽ, എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, ഒന്നിനും തഫ്ഖീമില്ല. മാ ഹാദിഹി التماثيل التي أنتم, التي എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ യാഇനെ ദീർഘിപ്പിക്കുക. അൻതും സക്കിനൂനും താവും ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. അൻതും ലഹാ ആകിഫൂൻ, അൻതും ഇവിടെ സാക്കിനത്ത് മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അൻതും ലഹാ ആകിഫൂൻ, ആകിഫൂൻ. ഖാലു, വീണ്ടും ഖാഫും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാലു വജദ്ന, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. വജദ്ന ആബാഅന, വജദ്ന എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. ശേഷം ഹംസ അടുത്ത പദത്തിലായി വന്നതാണ് കാരണം. ആബാഅന, ഇതിലുള്ള ദീർഘമാവട്ടെ മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. വജദ്ന ആബാഅന ലഹാ ആബിദീൻ, ലഹാ ആബിദീൻ. ഇവിടെ നാം നേരത്തെ സൂചിപ്പിച്ചു, ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യണം. അല്ലാത്ത ഈ വചനത്തിലെ മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. എന്ന് മാത്രമല്ല, നാം സൂചിപ്പിച്ച ഇതുവരെ എല്ലാ വചനങ്ങളിലും തന്നെ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളെ നാം പ്രത്യേകം എടുത്തു പറഞ്ഞു. ബാക്കിയുള്ളവയ്ക്ക് എല്ലാം തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. താരതമ്യേന തഫ്ഖീമിൻ്റെ ഹർഫുകൾ കുറവായതുകൊണ്ട് അത് പ്രത്യേകം സൂചിപ്പിക്കും. ബാക്കി എല്ലാ ഹർഫുകൾക്കും തർക്കീഖ് നൽകി നേർപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഹാദാ ദിക്റുൻ മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ.
إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون قالوا وجدنا